കൊള്ളാം, നല്ല പടം തന്നെയാണ്. കൊള്ളാം, നല്ല പടം. കുഴപ്പമില്ല. ഫീമെയിലിനെ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ആക്ഷനാണോ? ചെറിയ വലിയ ഇതല്ല, ചെറിയൊരു ഉണ്ടാ സെറ്റപ്പുള്ള ചെറിയൊരു മ്യൂസിക് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. പാട്ടൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ബോറടിയൊന്നുമില്ല. കൊള്ളാം ബ്രോ, പടം കൊള്ളാം. നല്ല പടം, കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. ആക്ഷൻ ഇത്ര കുഴപ്പമില്ലെന്നേ ഉള്ളൂ. വലിയ എൻഗേജ്ഡൊന്നുമല്ല വലുതായിട്ട്. തിയേറ്റർ വാച്ചിനുള്ളതുണ്ടോ? ജസ്റ്റ് കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. വലിയ വയലൻസ് എന്നുവെച്ചാൽ പ്രതികാരത്തിൻ്റെ ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇത് കോമഡി എങ്ങനെയുണ്ടോ, വയലൻസ് മാത്രമാണോ? കോമഡി എലമെൻറ്റ്സ് കുറവാണ്. ഇതിൽ പോസ്റ്ററിലെല്ലാം KGF-ന്റെ മ്യൂസിക് ഇമ്പാക്റ്റ് ഒക്കെ മ്യൂസിക്കിനുണ്ടോ? മ്യൂസിക്കൊന്നും കുഴപ്പമില്ല, എനിക്ക് വലുതായിട്ട്. BGM എല്ലാം ഓക്കെയാണ്. എല്ലാം പുതുമുഖങ്ങളല്ലേ? എല്ലാം പുതുമുഖങ്ങളാണ്. പക്ഷേ നമുക്കിൽ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരിക്കലും പുതുമുഖങ്ങളാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് ഇതിലെ പെർഫോമൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. മ്യൂസിക് എങ്ങനെയുണ്ട്? മ്യൂസിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒപ്പം മേക്കിങ്ങും ഒക്കെ നമുക്കത് തോന്നുന്നില്ല. ശരിക്കും മലയാളത്തിൻ്റെ ഒരു എസ്പെഷ്യലി ഒരു വെറൈറ്റി തന്നെയാണ് അത്. കാരണം നമ്മൾ ഡെഫിനറ്റ്ലി ഫുള്ളി വയലൻസ് ആണ്. അത് ഒന്നിനെ ഇത് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നതിന് മറ്റു പ്രതികാരം ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റുന്നു ആ രീതിയിലൊക്കെയാണ്. എല്ലാ പ്രേക്ഷകർക്കും കാണാൻ പറ്റും. തീർച്ചയായും അതിലൊരു വ്യത്യാസമില്ല. കാരണം അവർ നോക്കാതെ കാണാൻ വേണ്ടിയുള്ളതുണ്ടല്ലോ. എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പുതുമുഖം ഒന്നും ഒരിക്കലും നമുക്ക് തോന്നുന്നില്ല. നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള കേസ് ഉള്ള ടീംസ് തന്നെ നമുക്ക് തോന്നുന്നു. ഓവറോൾ നല്ല ഫിലിമാണ്. നൈസാണ്, ത്രില്ലിംഗ് മൂവിയാണ്. അല്ലാണ്ട് വലിയ പടമൊന്നുമില്ല. കാസ്റ്റിങ്ങും മേക്കിംഗ് ഒക്കെ കൂടാ. മ്യൂസിക് ഡയറക്ടർ KGF-ന്റെ എന്നൊക്കെ പറയുന്നല്ലോ. മ്യൂസിക് ജസ്റ്റ് KGF ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. പേരൻസ് സ്കോറെല്ലാം ബാക്കി കുഴപ്പമില്ല. തിയേറ്ററിൽ കാണാൻ വേണ്ടിയുള്ളതുണ്ടോ? തിയേറ്ററിൽ കാണാൻ വൺ ടൈം വാച്ച് മൂവി.